പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഇന്ന് ഓശാന ഞായർ. ഓശാന ഞായർ എന്താ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത? പറഞ്ഞേ, അറിയാം. ഓശാന ഞായറാഴ്ച യേശു ജെറൂസലേമിലേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു രാജാവാണെന്ന് ജനം വിളിച്ചു പറയുകയാണ്. വലിയ പ്രതീക്ഷയിലാണ്. യേശു രാജാവാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനം ഹോസാന രക്ഷിക്കണേന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അവരിങ്ങനെ നിലവിളിച്ച്, ജനമിങ്ങനെ ആർപ്പ് വിളിച്ച് മുറവിളി കൂട്ടി യേശുവിനെ ജെറൂസലേം ദേവാലയത്തിലേക്കുള്ള പ്രവേശനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആദ്യമായിട്ടല്ല ഓശാന ഞായർ കൂടുന്നത്, ഇത്ര വർഷമായല്ലേ. നിങ്ങൾ ഓശാന ഞായർ മുതലുള്ള ഈ ഈസ്റ്ററിൻ്റെ ദിനങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വെല്ലുവിളി പോലെ നിങ്ങൾ സ്വീകരിക്കണം. ആത്മീയമായ ഒരു എംപവർമെൻറ്റ് പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഓശാന ഞായർ, നാളെ തിങ്കളാഴ്ചയാണ്. എന്താ പ്രത്യേകത? വചനത്തിൽ എന്താ വായിക്കുന്നത്? നാളത്തെ ദിവസം ഈശോ ദേവാലയത്തിലേക്ക് ചെല്ലുന്നു, ദേവാലയം ശുദ്ധീകരിക്കുന്നു, അതോടൊപ്പം തന്നെ അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. അർത്ഥം, ഫലം കൊടുക്കേണ്ട നമ്മൾ ഫലം കൊടുക്കുന്നില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച, നാളെ തിങ്കളാഴ്ച. ശ്രദ്ധിച്ചോണേ, നീ ഒരു ദൈവമകനാണ്, ദൈവമകളാണ്. ദൈവം നിന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതിലൂടെ ദൈവം ചില ഫലങ്ങൾ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിന്റെ സ്വഭാവം പറയുന്ന എൻ്റെ സ്വഭാവം, ഈ സ്വഭാവമാണോ ദൈവം ആഗ്രഹിക്കുന്നത്? ആണോ? പറ. ദേഷ്യപ്പെടുന്ന, ബഹളം ഉണ്ടാക്കുന്ന, അരിശപ്പെടുത്തുന്ന, ഒരു സമാധാനം പോലും കൊടുക്കാത്ത ഈ സ്വഭാവമാണോ ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? അല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് നാളത്തെ ദിവസം. ദൈവത്തിന് മുമ്പിൽ, കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറാൻ, അത്തിവൃക്ഷത്തെ ശപിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ ശപിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് നാളത്തെ ദിവസം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചൊവ്വാഴ്ച, ഇന്ന് ഞായറാഴ്ച, നാളെ തിങ്കളാഴ്ച. തിങ്കളാഴ്ചയുടെ പ്രത്യേകത, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. ചൊവ്വാഴ്ച വചനം പഠിപ്പിക്കുന്നത് ദേവാലയത്തിൽ ഈശോ, ദേവാലയത്തിൽ പ്രവേശിച്ച് ഈശോ പഠിപ്പിക്കുന്നു. പ്രബോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വചനം വായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നീ താല്പര്യം കൊടുക്കുന്നുണ്ടോ? ബൈബിള് വായിക്കാറുണ്ടോ? ദൈവകാര്യങ്ങൾക്ക് സമയം കൊടുക്കുന്നുണ്ടോ? മടി പിടിച്ച് ആ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോയോ? കൊന്ത ചെല്ലുന്ന, വചനം വായിക്കുന്ന, ദേവാലയത്തിൽ പോകുന്ന ചില ശൈലികൾ ഉണ്ടായിരുന്നു, അത് നിന്നു പോയെങ്കിൽ ചൊവ്വാഴ്ച ദിനം യേശുവിൻ്റെ പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കാനും വചനത്തോട് അത്രമേൽ താല്പര്യം കാണിക്കാനും ശ്രദ്ധിക്കേണ്ട ദിവസം ചൊവ്വാഴ്ച. ബുധനാഴ്ച എന്താ? ബുധനാഴ്ച യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തു. യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനല്ല പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈശോയെ ഒറ്റിക്കൊടുക്കാറുണ്ട്. വലതും ഇടതും ഇരിക്കുന്നവരോട് പറഞ്ഞേ, നീ ഒറ്റിക്കൊടുക്കാറുണ്ടോ? ചോദിച്ചോ, പേടിക്കണ്ട, അതേ ഉള്ളൂ അല്ലേ. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടേ ദൈവീകമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് ഈ ഒറ്റിക്കൊടുക്കൽ എന്ന് പറയണത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂദാസിനെ പോലെ ഒറ്റിക്കൊടുക്കും. എൻ്റെ പേര്, എൻ്റെ പ്രശസ്തി, എൻ്റെ കാര്യം, എൻ്റെത്, ഞാൻ നമ്മളും ഒരു യൂദാസായി മാറുന്നു. ബുധനാഴ്ച. വ്യാഴാഴ്ച എന്താ പ്രത്യേകത? വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനം. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും പ്രാർത്ഥനയും ശ്രദ്ധയും എത്രത്തോളം ഉണ്ടെന്ന് ധ്യാനിക്കേണ്ട ദിവസം. അന്നത്തെ ദിവസത്തിൽ ദേവാലയത്തിൽ പോയി കുറച്ച് മണിക്കൂറുകൾ ഇരിക്കണം. ദിവികാരുണ്യത്തെ നോക്കി ഇരിക്കണം. വചനം പഠിക്കണം. വിശുദ്ധ കുർബാനയോട് അങ്ങേയറ്റം സ്നേഹം കാണിക്കണം.
വിശുദ്ധ കുർബാനയോട് അനാദരവായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കേണ്ട ദിനം വെള്ളിയാഴ്ച. യേശുവിൻ്റെ കുരിശു മരണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. അല്ലാതെ വെറുതെ ഈശോ കുരിശിൽ മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പല മലകളും കയറി ഇറങ്ങും. മലയാറ്റൂർ മല കയറും, കനകമല കയറും, അല്ലേ? പാടുപീഡകൾ സഹിച്ചുകൊണ്ട് മല കയറും. റോട്ടിലോട്ട് ഹൈവേ സൈഡിൽ നോക്കിയാൽ മതി, എന്തോരം പേരാണ് കഷ്ടപ്പെട്ട് കുരിശും ചുമണ്ട് പോകുന്നത്, അല്ലേ? നല്ലത്, വളരെ നല്ലത്. ഓർക്കണം, നിനക്ക് വേണ്ടി ഇതുപോലെ സഹിച്ച ഒരുവൻ, അവനാണ് കുരിശെ കടക്കുന്നത്. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ. ആ കാര്യം ധ്യാനിക്കേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച. തൊട്ടടുത്ത ദിവസം ശനിയാഴ്ച. എന്താ പ്രത്യേകത ശനിയാഴ്ച? അയ്യോ അച്ഛാ, ശനിയാഴ്ച ഞങ്ങൾ പൊതുവെ അന്ന് കുടുംബ പ്രാർത്ഥനയൊന്നും ഇല്ലാത്ത ദിവസമാണ്. കാരണം ഈശോ കല്ലറയിലല്ലേ, അല്ലേ? പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, വീട്ടിലൊക്കെ പറയും ഇന്ന് കുടുംബ പ്രാർത്ഥനയില്ല, ആകപ്പാടെ വർഷത്തിൽ ഒറ്റ ദിവസം പ്രാർത്ഥനയില്ല, കാരണം ഈശോ കല്ലറയിലാണ്, ഇന്ന് പ്രാർത്ഥന ഒന്നും കേൾക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന വേണ്ടാന്ന് വെക്കാനല്ല, നിശബ്ദമായിട്ട് ദൈവസ്നേഹം അനുഭവിക്കാനുള്ള ദിനമാണ് ശനിയാഴ്ച. ഇന്ന് മുതൽ ഇങ്ങനെ നമ്മൾ കൃപ സ്വീകരിച്ച് ആത്മീയമായിട്ട് വളർന്ന് ശനിയാഴ്ച ദിവസത്തിൽ ശാന്തമായിട്ട് ഈശോ പറയുന്ന കാര്യങ്ങൾ കേട്ട് ശനിയാഴ്ച വൈകുന്നേരം ഈസ്റ്ററിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ ആ ഈസ്റ്റർ നിനക്കും എനിക്കും അനുഗ്രഹത്തിൻ്റെതാവും. അപ്പം ചെയ്യേണ്ട കാര്യം, ഭൗതികമായ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണ്ട, അല്ലേ? മകളുടെ ജർമ്മൻ, മകൻ്റെ ജർമ്മൻ, B1 B2 വിസ, വീട് പണി, വണ്ടിയുടെ കാര്യം, സ്ഥലക്കച്ചവടം അവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ വേണം, ഇതൊക്കെ നടന്നോളൂ. ആദ്യം കൃത്യമായി ആത്മീയമായി കൃപ സ്വീകരിച്ച് വളരാനുള്ള ഒരു തീരുമാനം ഈ ദിവസങ്ങളിൽ ഒരല്പം കൃത്യമായ ഫോക്കസ് നമ്മൾ കൊടുത്താൽ ദൈവത്തിൻ്റെ കൃപ ഈ 2025 അത്ഭുതകരമായി സ്വീകരിച്ച് കൃപയിൽ വളരാം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുരിഞ്ചാച്ച മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ ആഘോഷങ്ങളല്ല, മറിച്ച് തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം. നെറ്റിയിൽ കുരിശടയാളം വരച്ച് നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ എല്ലാ ജീവിത വഴികളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ചോളൂ. നമ്മളിങ്ങനെ ഈ സമർപ്പണ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഒത്തിരി പേരോട് വളരെ വ്യക്തിപരമായി സംസാരിക്കുന്ന സമയം കൂടെയാണ്. കണ്ണുകളടച്ച് കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊള്ളൂ. നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്റെ ഈശോ നിന്നോട് സംസാരിക്കുന്നുണ്ട്. യെസ്, വളരെ വ്യക്തമായി നിന്റെ മുമ്പിൽ വന്ന് ഈശോ നിന്നോട് സംസാരിക്കുകയാണ്. നീ ഈശോയ്ക്ക് നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈശോ നിന്നോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ശ്രദ്ധയോടെ കേൾക്കണം. ഈശോ നിന്നെ പഠിപ്പിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ചില സമയങ്ങളിൽ നിന്റെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടല്ലേ നിന്റെ അഭിഷേകം പോയത്? ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കേണ്ട സ്ഥാനത്ത് വേറെ ചില കാര്യങ്ങൾ വന്നതുകൊണ്ടല്ലേ നിന്റെ കുടുംബത്തിലെ താളം തെറ്റിയത്? ഈശോ പറയുന്നു, നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണം, നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണം. ഈ ഓശാന ഞായർ അതിനുള്ള ദിവസമാണ്. കർത്താവ് നിന്നെ പുനരുദ്ധരിക്കുന്ന ദിവസമാണ്. നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അഭിഷേകം നൽകി ഈ ദിനങ്ങളിലേക്ക് നിന്നെ ബലപ്പെടുത്തുന്ന ദിവസമാണ്. ഭൗതിക ആഗ്രഹങ്ങളല്ല, മറിച്ച് ആത്മീയമായി ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കണം. ഞാൻ എന്ന വ്യക്തി എൻ്റെ തമ്പുരാന്റെ മുമ്പിൽ എന്താണ് അവസ്ഥ? ഞാൻ എന്ന വ്യക്തി, എന്നെ ദൈവം സൃഷ്ടിച്ച് ഇന്ന് ഈ പോട്ടാശ്രമത്തിലെ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ എന്നെ കർത്താവ് യോഗ്യയാക്കി എങ്കിൽ ദൈവം എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഫലം നൽകാത്ത വൃക്ഷം പോലെ ആകുമോ നീ? നിന്റെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ട അവസരങ്ങളും കൃപകളും ഉപയോഗിക്കാതെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചിന്തിച്ച് നമ്മുടെ എനർജി കളയുന്നുണ്ടോ? ഒരുപക്ഷെ മകനെക്കുറിച്ച് ഭാരമുള്ള വ്യക്തിയാവും, മകളെക്കുറിച്ചായിരിക്കും. നീ 24 മണിക്കൂറും ചിന്തിക്കുന്നതനുസരിച്ച് നിന്റെ തലയ്ക്കകത്തേക്ക് ചിന്തയുടെ ഭാരം കടന്നു വരും. ആ ഭാരം പിന്നീട് അതൊരു പൈശാചിക പീഡയായിട്ട് മാറും.
ഉറക്കം നഷ്ടപ്പെടും, ശാരീരിക രോഗങ്ങളായിട്ട് മാറും. എന്നാൽ നിന്റെ മകനെ തന്ന ദൈവത്തിന്, നിന്റെ മകളെ തന്ന ദൈവത്തിന് കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിൽ ഒരു ദൈവീക ഇടപെടലുണ്ടാവും. സാമ്പത്തിക ഭാരത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന സഹോദരങ്ങളെ, ഈശോ നിന്നിൽ ഇടപെടുന്നു. സമ്പത്തിന്റെ ഉടയവൻ ദൈവമാണ്. നീ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ കിട്ടുന്നതല്ലത്, മറിച്ച് ദൈവത്തിന് നിന്റെ സമ്പത്തിന്റെ ഉടമസ്ഥാവകാശം കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിൽ ദൈവികമായ ഒരു ഇടപെടൽ സംഭവിക്കും. ശാരീരികമായ അപ്രതീക്ഷിതമായ രോഗപീഠ മൂലം വിഷമിക്കുന്ന അനേകരെ കർത്താവ് കാണിച്ചു തരുന്നു. അയ്യോ, എനിക്ക് ഈ രോഗം വന്നല്ലോ, എൻ്റെ ജീവിതം തീർന്നല്ലോ, എന്റേത്. എന്നാൽ അങ്ങനെയല്ല. ദൈവമറിയാതെ നിന്റെ ശരീരത്തിൽ ഒന്നും സംഭവിക്കില്ല സഹോദര സഹോദരി. എൻ്റെ കർത്താവ് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ എൻ്റെ കർത്താവ് ആ വിഷയത്തിൽ ഇടപെടുന്നു. വിശ്വസിക്കണം, അത് ഏറ്റെടുക്കണം. പരാതിയും പിറുപിറുപ്പും കുറ്റം പറച്ചിലുമായ ജീവിതം പാഴാക്കരുത്. വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ചിലരെ കർത്താവ് കാണിച്ചു തരുന്നു. നീ വിഷമിക്കേണ്ട. നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും കർത്താവ് നിന്റെ മുമ്പിൽ വഴി നടത്തുന്നു. ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയതുപോലെ നിന്നെയും നടത്തുന്നു. കൃത്യമാണ്, വ്യക്തമാണ്. നീ ഭാരപ്പെടല്ലേ, നീ വിഷമിക്കല്ലേ. ജോലി കാര്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് വിഷമിച്ച് ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലരുണ്ടല്ലോ. കർത്താവ് നിന്നോട് പറയുന്നു, നീ വിഷമിക്കല്ലേ. നീ നിന്റെ ആത്മീയ മേഖല ശ്രദ്ധിക്കൂ. നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? പ്രായമായ ചിലരുടെ സങ്കടം കർത്താവ് കാണുന്നു. മക്കൾക്ക് ഞങ്ങളെ വേണ്ട, ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ആരും ഞങ്ങളെ സ്നേഹിക്കുന്നില്ല, ഞങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. അങ്ങനെയല്ല, നീ ഒറ്റപ്പെട്ട വ്യക്തിയല്ല, മറിച്ച് യേശു നിന്റെ കൂടെയുണ്ട്. കാരണം യേശു നിന്റെ രക്ഷകനും നാഥനുമാണ്. നീ ആരു തന്നെയാണെങ്കിലും, നിന്റെ ജീവിത അവസ്ഥ എന്തു തന്നെയാണെങ്കിലും നിന്നെ ഉപേക്ഷിക്കാത്ത, നിന്നെ എന്നും പരിഗണിക്കുന്നൊരു ദൈവമുണ്ട്. നിന്നെക്കുറിച്ച് കർത്താവിന് വിചാരമുണ്ട്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചൊരു തീരുമാനമെടുക്കണം. കർത്താവേ, ഈ ഓശാന ഞായറാഴ്ച ദിവസം ഞാൻ എടുക്കുന്ന തീരുമാനം, എൻ്റെ കർത്താവ് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളതെല്ലാം. എൻ്റെ ദൈവത്തിന് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നു. എനിക്കുള്ളതെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് തന്നത് മാത്രമേ ഉള്ളൂ, അങ്ങ് നൽകാതെ എനിക്കൊന്നുമില്ല. എല്ലാം ഈശോയ്ക്ക് കൊടുക്കട്ടെ. കർത്താവിനോട് പറ, കർത്താവ് അങ്ങ് തന്നത് മാത്രമേ ഉള്ളൂ, എനിക്ക് എൻ്റെതായി ഒന്നുമില്ല. നിന്റെ പേരും പ്രശസ്തിയും ജോലിയും സമ്പത്തും കുടുംബവും പാരമ്പര്യവും ബന്ധങ്ങളും എല്ലാം ഓ കർത്താവെ അങ്ങ് തന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കർത്താവെ അത് നിന്റെ കാരുണ്യമാണ്, അത് നിന്റെ കാരുണ്യമാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, ഓ കർത്താവേ, ഞാൻ വിശ്വസിച്ചേറ്റെടുക്കുന്നു. കർത്താവേ, ഞാൻ നന്ദി പറഞ്ഞ് ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ എന്താണോ അത് അങ്ങയുടെ കരുണയാണ്, ഞാൻ എന്താണോ അത് അങ്ങയുടെ സ്നേഹമാണ്. കർത്താവേ, അങ്ങ് നൽകാതെ എനിക്കൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഓ കർത്താവേ, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 കർത്താവേ, മഹത്വം, കർത്താവേ, മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കൈയടിച്ചേ, കണ്ണുകളടച്ച് കൈയടിച്ചേ. നമുക്ക് വിശ്വസിക്കാം, ഏറ്റെടുക്കാം. കർത്താവേ, അങ്ങേക്കാണ് എല്ലാ മഹത്വവും ആരാധനയും. അങ്ങ് നൽകാതെ എനിക്കൊന്നുമില്ല. യെസ്, കൈയടിച്ചേ. ഈ ശരീരം തന്നത് ആരാ? കർത്താവല്ലേ. ആ ശരീരം ഈശോയ്ക്ക് കൊടുത്ത് കൈയടിക്കട്ടെ. നന്നായിട്ട് കൈയടിച്ചേ. ആമേൻ. ദൈവം തന്നു എല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. പാടി പാടി ആമേൻ. യെസ്, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ദൈവം തന്നു എല്ലാം,
ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. കൈകൾ ഉയർത്തി കൈയടിച്ച് ചാടി താളമേളത്തോടെ വാദ്യഘോഷത്തോടെ പാടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവത്തെ ആരാധിക്കാം. താളമേളങ്ങളോടെ താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവത്തെ ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി ഈശോയെ ആരാധന 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 യേശുവേ ആരാധന 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 കർത്താവേ സ്തുതിക്കുന്നു 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 ആരാധന 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ദിനങ്ങളാണ്. പ്രത്യേകം ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓൺലൈനിൽ പങ്കെടുക്കുന്നവരെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചേർന്ന് ആ വ്യക്തിയുടെ ശിരസിൽ വലതുകരം വെച്ചൊന്ന് പ്രാർത്ഥിക്കും. കണ്ണടച്ച് ഈ വ്യക്തിയിൽ കർത്താവെ ഈ ദിവസങ്ങളിൽ ഇന്ന് ഓശാന ഞായറാഴ്ച യേശുവിന് രക്ഷകനും നാഥനുമെന്ന് പ്രഖ്യാപിക്കുന്ന ദിനം, നാളത്തെ ദിനത്തിൽ കർത്താവ് ഈ വ്യക്തിയുടെ മേൽ ഫലം അന്വേഷിച്ചു വരുന്ന ദിവസം, അത്തിവൃക്ഷത്തെ ശപിച്ച ഈശോയെ വചനത്തിൽ വായിക്കുന്നു. ദേവാലയം ശുദ്ധീകരിച്ച് ഈശോയെ വചനത്തിൽ വായിക്കുമ്പോൾ ഈ വ്യക്തിയുടെ മേലും കർത്താവെ ഫലം ചൂടുന്ന അനുഭവം ഉണ്ടാവട്ടെ. ചൊവ്വാഴ്ച ദിനം പ്രബോധന ദിനമാണ്. ദേവാലയത്തിൽ ഈശോ പഠിപ്പിച്ചു. കർത്താവെ ഈ വ്യക്തിക്ക് വചനം പഠിക്കാനും വായിക്കാനും കൃപ കൊടുക്കണമേ. ബുധനാഴ്ച ദിനം കർത്താവെ യൂദാസ് ഈശോയെ ഒറ്റക്കൊടുത്ത ദിനത്തിൽ ഈ സഹോദരന് വേണ്ടി സഹോദരിക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞും അറിയാതെയും പലപ്പോഴും ഈശോയെ ഒറ്റക്കൊടുക്കുന്ന അനുഭവങ്ങളുണ്ട്. കർത്താവെ സമർപ്പിക്കുന്നു. വ്യാഴാഴ്ച ദിനം കർത്താവെ വിശുദ്ധ കുർബാനയോട് അങ്ങേയറ്റം സ്നേഹത്തോടെ ആയിരിക്കാനും അംഗീകരിക്കാനും ഒരുപക്ഷെ ഏതെങ്കിലും സംശയങ്ങളൊക്കെ ഈ വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുണ്ടെങ്കിൽ അത് വിട്ടുമാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വെള്ളിയാഴ്ച ദിനം യേശുവിനെ കുരിശിൽ ഇതാ മരണത്തിന് വിധിക്കുമ്പോൾ എൻ്റെയും നിന്റെയും പാപങ്ങളാണ് ഈശോയെ കുരിശിൽ കയറ്റിയതെന്ന് വിശ്വസിക്കണം. അതോടൊപ്പം തന്നെ എനിക്ക് വേണ്ടി ഈശോ മരിച്ചു. ദേ നിന്റെ മുമ്പിൽ ആ വ്യക്തിയുടെ ശിരസിൽ വലതുകരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടി ഈശോ മരിച്ചുവെന്ന് ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ ധ്യാനിക്കാൻ പറ്റിയ ദിനം. ദുഃഖ ശനിയാഴ്ച ഈശോ സംസാരിക്കുന്ന ദിനം. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. അടുത്ത ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ഇവന്റെ ജീവിതത്തിൽ ഇവളുടെ ജീവിതത്തിൽ ഇന്നോളമുള്ള പാപത്തെയും ശാപത്തെയും മരണത്തെയും കർത്താവ് പൊട്ടിത്തകർത്ത് വലിയൊരു ഉയർപ്പിലേക്ക് പുനരുദ്ധാരണത്തിലേക്ക് കർത്താവ് ഒരുക്കുന്ന ദിനം. ഓ കർത്താവെ, ഈ വ്യക്തിയിൽ അഭിഷേകം നിറയട്ടെ. ആ വ്യക്തിയിൽ ഇങ്ങനെ കരങ്ങൾ ഇങ്ങനെ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചോ. കർത്താവിൻ്റെ ആത്മാവ് ഈ വ്യക്തിക്ക് കൃപ കൊടുക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചയിൽ ബലം കൊടുക്കട്ടെ. തടസ്സങ്ങൾ മാറാൻ ഈ വ്യക്തിയുടെ ശ്രദ്ധ മുഴുവൻ ഒരു ആത്മീയ വിശുദ്ധീകരണത്തിനാവട്ടെ. ഒരു കാരണവശാലും അനാവശ്യ കാര്യങ്ങളിലേക്ക് പോകാൻ കർത്താവ് ഈ വ്യക്തി ഇടവരുത്തല്ലേ. ഈ വ്യക്തി ഏതെങ്കിലും കാര്യങ്ങൾ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഏതെങ്കിലും പൈശാചിക ശക്തികളോ ചിന്തകളോ ആലോചനകളോ എന്തെങ്കിലും ഈ വ്യക്തിയെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, ഇപ്പോഴത്തെ ഈ കൈവെപ്പ് പ്രാർത്ഥനാ സമയത്ത് ഈ വ്യക്തിയിൽ ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കട്ടെ. ഓ കർത്താവെ, പരിശുദ്ധാത്മാവെ, ഈ വ്യക്തിയിൽ അത്ഭുതകരമായിട്ട് നിറയട്ടെ. സ്ലീഹന്മാർ നിറഞ്ഞ അതേ പരിശുദ്ധാത്മാവ് നിറയട്ടെ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോ ഞങ്ങളിൽ വന്നു നിറയണേ. സ്ലീഹന്മാരിൽ
നിറഞ്ഞപ്പോ ഞങ്ങളിൽ വന്നു നിറയണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ഞങ്ങളിൽ വന്നു നിറയണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ഞങ്ങളിൽ വന്നു നിറയണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ഞങ്ങളിൽ വന്നു നിറയണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ രക്ഷയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ രക്ഷയേകി നയിക്കണേ. അവരുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ചവരെ അനുഗ്രഹിക്കുക. അതിനുശേഷം അൾത്താരയിലേക്ക് തിരിഞ്ഞ് മുട്ടുകുത്തുക. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോവാണ്. ഈശോ ആശീർവദിക്കുമ്പോൾ നീ വിശ്വസിക്കണം. ഈ ആശീർവാദം ഈ ഒരാഴ്ച കാലത്തേക്ക് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആത്മീയ വളർച്ചയുടെ ഒരു ആശീർവാദമാണ്. ഒരു കാരണവശാലും ഒരു തടസ്സവും ഈ ദിവസങ്ങളിൽ ഉണ്ടാവാതിരിക്കാൻ, ആത്മീയമായ അഭിഷേകത്തിൽ നിറയാൻ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ച് കർത്താവ് നിന്റെ മേലും നിന്റെ കുടുംബത്തിൻ്റെ മേലും ഇടപെടുന്നു. വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയേ 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 ആശീർവദിക്കണമേ. ഞങ്ങളെ ആശീർവദിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ